ശ്രുതിയും ജെൻസനും അങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ, ആ ചേർത്ത് പിടിക്കാൻ ആ കൈകൾ ഇനിയില്ല എന്നുള്ള തിരിച്ചറിവിനോട് എങ്ങനെയാണ് ശ്രുതിക്ക് പൊരുത്തപ്പെടാനാവുക എന്നറിയില്ല. ചൂരൽമല ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്ന ജെൻസന്റെ മൃതദേഹം രാവിലെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ഇതിനുശേഷം അമ്പലവയൽ ആണ്ടൂരിലാണ് പൊതുദർശനം. സംസ്കാരം ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ നടക്കും. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ചേർത്ത് പിടിക്കാൻ ഇനി ഒരാൾ പോലും ഈ ലോകത്ത് ബാക്കിയില്ല എന്ന തിരിച്ചറിവിലൂടെ എങ്ങനെയാവും ശ്രുതിക്ക് കടന്നു പോകാൻ കഴിയുക? മലയാളികൾ ഒന്നടങ്കം ആവർത്തിച്ച് മനസ്സിൽ ചോദിക്കുന്ന ആ ചോദ്യം ഇതാണ്. മോത്തി, അതുതന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇന്നലെ രാത്രി ശ്രുതി ആശുപത്രിയിലെത്തി കണ്ടിരുന്നു. ശ്രുതിയെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് ജെൻസനെ കാണിച്ചിരുന്നു. ശ്രുതിയോട് പക്ഷേ ഈ വിവരം പറഞ്ഞിട്ടില്ല. പക്ഷേ ശ്രുതി ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. ഒരുപക്ഷെ കാര്യങ്ങൾ ശ്രുതി ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പോലീസ് അല്പസമയം മുമ്പാണ് എത്തിയത്. ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലായിരിക്കും എന്നാണ്. നേരത്തെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് വീണ്ടും വൈത്തിരിയിലായിരിക്കുമെന്ന ഒരു വിവരം വന്നു. പക്ഷേ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം എന്നാണ്. അതിനുശേഷം ആയിരിക്കും സ്വദേശമായ ആണ്ടൂരിലേക്ക് കൊണ്ടുപോവുക. ആണ്ടൂരിൽ പൊതുദർശനത്തിന് ശേഷം ആണ്ടൂരിലെ പള്ളിയിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മോത്തി, ശ്രുതിക്ക് ബന്ധുക്കളായി ഉണ്ടായിരുന്ന എല്ലാവരെയും ചൂരൽമല ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. 9 പേരെയാണ് നഷ്ടപ്പെട്ടത്. ഇനി ആരെങ്കിലും കുടുംബത്തിൽ ബാക്കിയുണ്ടോ? ഒരു കൈത്താങ്ങായി ആരെങ്കിലും ഉണ്ടാവുമോ? മോത്തി, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ല. കാരണം 9 പേർ ആണ് ആ കുടുംബത്തിൽ മരിച്ചത്. ശ്രുതിയുടെ അമ്മ സബിത മുൻപ് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. നാട്ടിലേറെ പ്രിയപ്പെട്ട ഒരു പൊതുപ്രവർത്തകയായിരുന്നു. സഹോദരി, അച്ഛൻ നേരത്തെ അവിടെ ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തിയിരുന്നു. പിന്നീട് മുൻപ് ഒരു പ്രളയകാലത്ത് ആ ഷോപ്പിൽ എന്തൊക്കെയോ നാശനഷ്ടങ്ങളുണ്ടായി, അത് ഒഴിവാക്കി. എന്തായാലും ഈ ഉരുൾപൊട്ടലിന് തൊട്ട് മുൻപാണ് ശ്രുതിയുടെയും ജെൻസന്റെയും വിവാഹ നിശ്ചയവും ശ്രുതിയുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചിലും ഒക്കെ ആഘോഷപൂർവ്വം നടന്നത്. ഇന്നലെ ഞാൻ ചൂരൽമല ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു, വളരെ സന്തോഷത്തിലായിരുന്നു ആ ചടങ്ങുകൾ പൂർത്തിയാക്കിയതെന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് നനച്ചിരിക്കാതെ ഈ ദുരന്തം കടന്നു വന്നത്. ശ്രുതി അപ്പോൾ കോഴിക്കോട് ജോലി ചെയ്യുന്ന ആശുപത്രിയിലായിരുന്നു. ബാക്കി കുടുംബത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും നഷ്ടപ്പെട്ടു. ശ്രുതി ഈ ദുരന്തത്തിന് മുമ്പിൽ പകച്ചു നിന്നപ്പോൾ ജെൻസൻ ചേർത്ത് പിടിക്കുന്ന ആ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. ഒരുപക്ഷെ ഈ ദുരന്തമുഖത്തെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാഴ്ചയായിരുന്നു മോത്തി അത്. പക്ഷേ വീണ്ടും ഒരു മാസം പിന്നിടുമ്പോൾ ദുരന്തം ശ്രുതിയെ വിടാതെ, ഒരു മാസം പോലും പിന്നിട്ടില്ല. അതിനു മുൻപ് ശ്രുതിക്ക് ആ ചേർത്ത് പിടിക്കാനുള്ള കരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മൾ ഏറെ വേദനയോടെയാണ് കേൾക്കുന്നത്.